പക്ഷേ പുറത്തിറങ്ങിയപ്പോൾ അവിടെ ഇരുന്ന് ചിരിക്കുന്ന ആളെ കണ്ട് ഐഷു ഞെട്ടിപ്പോയി. ഇർഷാദ്, യാ അല്ലാ, ഇവനെന്താ ഇവിടെ? ഇനിയിപ്പോ എന്തൊക്കെയാ ഉണ്ടാവുക? ഇർഷാദ് മനസ്സിൽ കരുതി. ഇവരെന്താ ഇവിടെ? ഓ, അവള് ഗർഭിണിയാണല്ലേ? അപ്പൊ അവർ തെറ്റിയിട്ടില്ലേ? ഞാൻ കഷ്ടപ്പെട്ട് പ്ലാൻ ചെയ്ത് നടത്തിയതൊക്കെ വെറുതെ ആയോ? കിട്ടിയ ചാൻസ് ഒന്നും വെറുതെ ആക്കരുത്. ഹലോ ഐഷു, നീ എന്താ മിണ്ടാതെ പോകുന്നത്? നിന്നെ കാണാനല്ലേ ഞാൻ ഇത്രയും സമയം കാത്തു നിന്നത്. ഐഷു അനുവിന്റെ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി. അവർ ശ്രദ്ധിക്കുന്നുണ്ട്. എന്റെ റബ്ബേ, കാക്കണേ. ഉമ്മ, വാ നമുക്ക് പോകാം വേഗം. മതിയായില്ലേ എന്റെ ജീവിതം കൊണ്ട് കളിച്ചിട്ട്? എന്നൊന്ന് വെറുതെ വിട്ടൂടെ? ഇതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ നിന്നോട് ചെയ്തത്? ഇതിലും നല്ലത് എന്നെ കൊല്ലുന്നതായിരുന്നു. മോളെ, എന്തൊക്കെയാ നീ പറയുന്നത്? എന്താ പ്രശ്നം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഉമ്മ, നമ്മുടെ ജീവിതം നശിപ്പിച്ചത് ആ ദുഷ്ടനാ. കൂടുതലൊന്നും ഉമ്മ എന്നോടിപ്പോ ചോദിക്കരുത്. വാ നമുക്ക് പോകാം. ഐഷു വിറച്ചുകൊണ്ട് വണ്ടിയിൽ കയറി. ആരും ഒന്നും മിണ്ടിയില്ല. അനുവിന്റെ മുഖം കണ്ടപ്പോൾ ഉമ്മാക്ക് പോലും പേടി തോന്നി. വീട്ടിലെത്തിയിട്ടും ആരും ഒന്നും സംസാരിച്ചില്ല. ഐഷുവിനെ വായ തുറക്കാൻ പോയിട്ട് അനുവിന്റെ മുഖം നോക്കാൻ പോലും പേടി തോന്നി. കുറച്ച് ദിവസത്തിന് ശേഷം ഇന്ന് ഒരുപാട് സന്തോഷിച്ചതായിരുന്നു. അനുക്ക് ഡോക്ടർ റൂമിൽ കയറിയപ്പോൾ ഈ സങ്കടം വരാൻ വേണ്ടിയായിരുന്നോ കുറച്ച് സമയത്തേക്ക് ഇത്രയും സന്തോഷിച്ചത്? ഇന്ന് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പെട്ടെന്ന് എന്തോ അവളോട് സഹതാപം തോന്നി. മെല്ലെ കണ്ണാടിൽ കൂടി ബാക്കിലിരിക്കുന്ന അവളുടെ മുഖം നോക്കിയപ്പോൾ എന്തോ ഒരു സങ്കടം തോന്നി. അതുകൊണ്ടാ ഡോക്ടർ റൂമിൽ കയറിയത്. പക്ഷേ അവൾ വീണ്ടും വീണ്ടും എന്നെ ചതിക്കുകയാണ്. അവൾ പറയാതെ അവൾ അവിടെ വരുന്നത് അവൻ എങ്ങനെ അറിഞ്ഞു? ഈ വീട്ടിൽ നിൽക്കാനും പോലും വിടരുത് അവളെ. പക്ഷേ ഉമ്മ അവളെ പറ്റി എന്തു പറഞ്ഞാലും വിശ്വസിക്കില്ല. അത്രയ്ക്ക് വിശ്വാസമാണ് അവൾ മയക്കിയെടുത്തിരിക്കുകയാ എന്റെ ഉമ്മയെ. ഐഷു കിടക്കാൻ വേണ്ടി റൂമിൽ വന്നു. കിടക്കാൻ വേണ്ടി നിലത്ത് പായ വിരിക്കാൻ നോക്കിയതും വെക്കടി, അവിടെ തൊട്ടു പോകരുത്, ഇറങ്ങ പുറത്ത്. ഇനി മുതൽ എന്റെ റൂമിൽ കണ്ടുപോകരുത്. ഈ വീട്ടിൽ നിന്ന് തന്നെ നിന്നെപ്പോലുള്ളവളെ പുറത്താക്കേണ്ടതാ. പക്ഷേ എന്റെ പാവം ഉമ്മയെ നീ മയക്കിയെടുത്തിരിക്കുകയല്ലേ. നിന്നെ എവിടെ നിന്ന് ഇറക്കി വിട്ടാല് തകരുന്നത് ആ പാവം മനസ്സായിരിക്കും. അതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല. എന്റെ റൂമിൽ ഇല്ല. ഇനി നിനക്ക് ഇവിടെ സ്ഥാനമില്ല. ഇറങ്ങു പുറത്ത്. ഇല്ല അനുക്ക, ഞാൻ ഇറങ്ങില്ല. ഇക്ക എന്നെ വിശ്വസിക്കണ്ട, എന്റെ ഭാഗം കേൾക്കാൻ തയ്യാറാവണ്ട. പക്ഷേ ഈ റൂമിൽ നിന്ന്, ഈ വീട്ടിൽ നിന്ന് എന്നെ ഇറക്കി വിടരുത്. കാരണം എന്റെ മനസ്സ് മുഴുവൻ എന്റെ ഇക്ക മാത്രമാ. ഇക്കാക്ക് എന്നെ മനസ്സിൽ നിന്ന് ഇറക്കി വിടാൻ കഴിയുമായിരിക്കും, പക്ഷേ എനിക്ക് പറ്റില്ല. ഒന്ന് നിർത്തുന്നുണ്ടോ? എനിക്ക് കാണണ്ട നിന്റെ അഭിനയം. എവിടെയെങ്കിലും കിടക്ക്. ഈ കള്ളക്കണ്ണിൽ കാണുന്നതിന് നല്ലത് അതാണ്. അനു ഡോറ് വലിച്ചടച്ചു. ഐഷു നിലത്തി വിരിച്ചു കിടന്നു. ശബ്ദമില്ലാതെ തേങ്ങി. അനുവിന്റെ ഉമ്മ കിടന്നിട്ട് ഉറക്കു വരാതെ തിരിഞ്ഞു മറിഞ്ഞു കിടന്നു. ആരാ അവന്? എന്തൊക്കെയാ ഐഷു മോള് അവനോട് പറഞ്ഞത്? അവൻ കാരണമാണ് ജീവിതം തകർന്നത് എന്നല്ലേ മോള് പറഞ്ഞത്? അപ്പൊ എന്താ സംഭവിച്ചത്? ഞാൻ കരുതുന്ന പോലെ നിസ്സാരമല്ല എന്റെ മക്കൾ തമ്മിലുള്ള പ്രശ്നം. യാ അല്ലാഹ്, എന്ത് വലിയ പ്രശ്നമാണെങ്കിലും അത് പരിഹരിച്ച് എന്റെ മക്കൾക്ക് സന്തോഷ ജീവിതം നൽകണേ. ചോറൊക്കെ കഴിഞ്ഞു. ഐഷുവും ഉമ്മയും വെറുതെ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു. അപ്പോഴാണ് കാളിങ് ബെല്ലടിഞ്ഞത്. ഉമ്മ വേഗം പോയി നോക്കി. ഐഷുമോളെ, ഇത് ആരൊക്കെ വന്നിരിക്കുന്നതെന്ന് നോക്കിയേ. ആരാ ഉമ്മ? ഐഷു വന്ന് നോക്കിയപ്പോൾ വന്നവരെ കണ്ട് സന്തോഷം കൊണ്ട് അവൾ കണ്ണു നിറഞ്ഞു. മിന്നു റസാനി. എന്താടി ഐഷുമ, സുഖാണോ? ഐഷുമ നിന്റെ കെട്ടിയോള്. പോടാ. റസാനി ചിരിച്ചോണ്ട് പറഞ്ഞു. പോടി, എന്റെ കെട്ടിയോള് സുന്ദരിക്കുട്ടിയാ. അയ്യോടാ, ഒരു സുന്ദരിക്കുട്ടിയെ കിട്ടിയപ്പോഴേക്കും നമ്മളൊക്കെ ഉമ്മയും ഒക്കെ ആയി അല്ലേ? മോളെ ഐഷു, അവരോട് കയറിയിരിക്കാൻ പറ. വന്ന് കയറുന്നതിന് മുമ്പ് രണ്ടാളും അടിയാണല്ലോ. അതങ്ങനെയാണ് ഉമ്മ. അവർ കണ്ടു കഴിഞ്ഞാൽ തുടങ്ങും കുത്തിക്കടി. പറഞ്ഞിട്ട് കാര്യമില്ല. അതാ ഞാനൊന്നും മിണ്ടാത്തത്. അനുവിന്റെ അമ്മ ചിരിച്ചോണ്ട് പറഞ്ഞു. നിങ്ങൾ ഇരിക്കും മക്കളെ, ഞാൻ കുടിക്കാനെടുക്കാം. റസാൻ ചോദിച്ചു. എന്നിട്ട് എന്തൊക്കെയാ പെങ്ങളുട്ടി വിശേഷം? എന്ത് പറയുന്നു നിന്റെ വാവ? എന്ത് പറയാന്, ചവിട്ടും കുത്തും തുടങ്ങി. അത്ര തന്നെ. റസാൻ ചിരിച്ചോണ്ട് പറഞ്ഞു. അത് നിനക്ക് കിട്ടണം. എവിടെ നമ്മുടെ സാറ്? ഇക്ക സ്കൂളിൽ പോയി.
എന്നിട്ട് മിന്നോ എന്തൊക്കെ വിശേഷം, നീ എന്താ ഒന്നും മിണ്ടാത്തേ? എനിക്ക് മിണ്ടാന് നിങ്ങളൊരു ഗ്യാപ്പ് തരണ്ടേ? വന്നപ്പോ തൊട്ട് തുടങ്ങിയതല്ലേ രണ്ടാളും. ആയിഷ ചിരിച്ചോണ്ട് പറഞ്ഞു, ചൂടാവലടി മിന്നൂസേ, നമ്മൾ ആങ്ങളെയും പെങ്ങളും ഒന്ന് സ്നേഹിച്ചതല്ലേ. അല്ല മിന്നു, എന്റെ മിന്നിനോട് ഇവന് പോരെടുക്കലൊന്നും ഇല്ലല്ലോ, ഇവന് വിശ്വസിച്ചൂടെ? പോടി, ഞാൻ നിന്റെ കെട്ടിയോൻ അനുവല്ല, ഞാൻ പോരെടുക്കാൻ. പെട്ടെന്ന് ഐഷുവിന്റെ മുഖം താണുപോയി. അല്ലാ, സങ്കടമായ ഐഷുട്ടിക്ക്. ഞാൻ വെറുതെ പറഞ്ഞല്ലോ മോളൂ. ഏയ് സാരമില്ല. കുറെ സംസാരിച്ചതിന് ശേഷം അവർ പോയി. ദിവസങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നു. ഐഷയ്ക്ക് ഇപ്പോ 8 മാസം കഴിഞ്ഞു. ഐഷുവിന്റെ ഉമ്മ വിളിച്ചു കൊണ്ടിരുന്നു പ്രസവത്തിന് വീട്ടിൽ ചെല്ലാന്. പക്ഷേ ഐഷു വാശി പിടിച്ച് എവിടെ തന്നെ നിൽക്കുമെന്ന്. ഒരു ദിവസം നാജി വിളിച്ചു, ഐഷു ഒരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ, പറ. അത് ഞാനും നിന്നെ പോലെ ഒരു ഉമ്മയാവാൻ പോകുന്നു. ആണോ? അൽഹംദുലില്ലാ, സന്തോഷായി മോളെ. ഞാൻ എപ്പോഴും ദുആ ചെയ്യാറുണ്ട്. ഇനി മിന്നുനും വേഗം ആവണം ഇൻഷാ അല്ലാ. നിന്റെ ഡേറ്റ് പറഞ്ഞോ ഐഷു? നീ വീട്ടിലേക്ക് പോയോ? വീട്ടിൽ പോയിട്ടില്ല നാജി. പോയാല് അനുക്കയെ കാണാൻ പറ്റില്ലല്ലോ. ഇനി എത്ര നാൾ കാണാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ. അതെന്താ ഐഷു നീ അങ്ങനെ പറഞ്ഞത്? പ്രസവമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോയാല് നിങ്ങൾ ഒരുമിച്ച് തന്നെയല്ലോ ഉണ്ടാവുക. ആ അതെ, അങ്ങനെ തന്നെ. പക്ഷെ എനിക്കറിയില്ല മോളെ, എനിക്കറിയില്ല മോളെ ഒന്നും. ഞാൻ സങ്കടപ്പെട്ടാലും സാരമില്ല. എന്റെ മിന്നു അവൾ ഇപ്പൊ സന്തോഷത്തിലാ. എനിക്കത് മതി, എനിക്കത് മതി നാജി. ഐഷു മോളെ, നീ എന്തൊക്കെയാ പറയുന്നേ? നിനക്ക് എന്താ പറ്റിയേ? പറ ഐഷു, എന്താ പറ്റിയേ? ഒന്നുമില്ല നാജി, ഞാൻ വെക്കട്ടെ, പിന്നെ വിളിക്ക്. ദിവസങ്ങൾ കടന്നുപോയി. ഇന്ന് ഐഷു തഹജ്ജുദിന് എണീറ്റപ്പോൾ എന്തോ ഒരു അസ്വസ്ഥത പോലെ. വയ്യ, ഒട്ടും വയ്യ. ഉമ്മാനോട് ഇപ്പൊ പറയണോ? ഉമ്മാനെ വിളിക്കാം, എനിക്കൊട്ടും വയ്യ. യാ അല്ലാ. അവള് എങ്ങനെയോ കഷ്ടപ്പെട്ട് ഉമ്മയുടെ റൂമിലേക്ക് പോയി. ഉമ്മ എന്ന് വിളിച്ചു. ആ എന്താ മോളെ? എനിക്കൊട്ടും വയ്യ ഉമ്മ. എന്റെ റബ്ബേ, ഞാൻ വേഗം അനുവിനെ വിളിക്കട്ടെ മോളെ. വേണ്ട ഉമ്മ, ഇപ്പൊ വിളിക്കണ്ട. വെറുതെ ഇക്കയുടെ ഉറക്ക് തെളിയിക്കണ്ട. നീ മിണ്ടാതിരിക്കും മോളെ. ഈ സമയത്താണ് ഉറക്ക്. അനു മോനെ എണീക്ക്. ഐഷുമോൾക്ക് തീരെ വയ്യ. അനു എഴുന്നേൽക്ക്. എത്ര സമയമായി വിളിക്കുന്നു. ഈ സമയത്താണ് വയ്യായ്ക വരാൻ കണ്ടത്, ഉറക്ക് പോകാനായിട്ട്. ഇതിനൊക്കെ സ്വന്തം വീട്ടിലാ നല്ലത്. മോനെ, ഇതൊക്കെ പറയേണ്ട സമയമാണോ ഇത്? എന്റെ മോന് ഇത്രയും ക്രൂരനായി പോയോ? ആയതല്ല, ആക്കിയത് അവള്. സ്നേഹം നടിച്ച് വഞ്ചിച്ചവള്. അനു, ഇനി നീ മിണ്ടിപ്പോകരുത്. നിനക്ക് വരാൻ പറ്റില്ലെങ്കിൽ പറ, ഞാൻ പോയിക്കോളും. എങ്ങനെയെങ്കിലും എന്റെ മോളെയും കൂട്ടി. ഉമ്മ മതി, നിർത്ത്, ഞാൻ വരാം. ഇനി ഇതിന്റെ പേരിൽ പ്രശ്നം വേണ്ട. ഐഷുവിന് ശാരീരിക അസ്വസ്ഥതയേക്കാള് മനസ്സിനെ ഉരുവേൽപ്പിച്ച് അനുവിന്റെ ഓരോ വാക്കുകളും. ഒരു ഭാര്യ ഏറ്റവും കൂടുതൽ ഭർത്താവിന്റെ സ്നേഹം കൊതിക്കുന്ന ഒരു സമയം. പക്ഷേ എനിക്ക് യാ അല്ലാ, എന്റെ അനുക്കയിൽ നിന്ന് കിട്ടുന്നില്ലല്ലോ. പകരം കുറ്റപ്പെടുത്തലാണല്ലോ റബ്ബേ. ഹൃദയം നുറങ്ങുന്ന വേദനയില് മറ്റേ വേദന താങ്ങാൻ കഴിയാത്തത് പോലെ. മോളെ വേഗം ഇറങ്ങ്, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. ഉമ്മ വേഗം സാധനങ്ങളൊക്കെ വണ്ടിയിലെടുത്തു വെച്ചു. അവര് ഹോസ്പിറ്റലിലേക്ക് പോയി. അല്ലാ, മോളുടെ വീട്ടിൽ വിളിച്ചില്ലല്ലോ. അവര് വേഗം ഐഷുവിന്റെ ഉമ്മയുടെ ഫോണിൽ വിളിച്ചു. അനുവിന്റെ ഉമ്മ വിളിച്ച് സംഭവം പറഞ്ഞപ്പോൾ സെറീന വേഗം മുനീറിനെ വിളിച്ചു. ഇക്ക എണീക്ക്, നമുക്ക് പോകാം വേഗം. ഐഷുവിനെ ലാബ് റൂമിലേക്ക് മാറ്റി. അപ്പോഴേക്കും സെറീനയും മുനീറും സാബിറയും സുബൈറും ഒക്കെ എത്തി. ഉമ്മ, ഞാൻ വീട്ടിലേക്ക് പോകുന്നു. ഉമ്മ വരുമ്പോൾ വിളിക്ക്, ഞാൻ വരാൻ കൂട്ടാൻ. നീ പോയിക്കോ, എന്നെ കൂട്ടാൻ വന്ന് മോന് കഷ്ടപ്പെടണ്ട. ഉമ്മ എങ്ങനെയെങ്കിലും അങ്ങ് എത്തിക്കോളും. ഇപ്പൊ ഇവിടെ നിനക്ക് നിൽക്കാൻ പറ്റില്ലെങ്കിലേ പിന്നെ നീ ഒന്നിനും വേണ്ടി കഷ്ടപ്പെടണ്ട. ഉമ്മ, എന്തൊക്കെ പറഞ്ഞാലും എനിക്കിവിടെ നിൽക്കാൻ മനസ്സില്ല. ഞാൻ പോകുന്നു. നീ പോയിക്കോ മോനെ. പക്ഷേ നീ ഒരു നാൾ ഇതോർത്ത് ദുഃഖിക്കേണ്ടി വരും. കരഞ്ഞ് കരഞ്ഞ് നിന്റെ കണ്ണിലെ വെള്ളം വറ്റും. നോക്കിക്കോ, നീ നിന്റെ ഉമ്മയാ ഈ പറയുന്നത്. ഉമ്മ അതും പറഞ്ഞ് തിരിഞ്ഞു നടന്നു. മനസ്സിൽ കരഞ്ഞു, എന്റെ റബ്ബേ, എന്റെ മോനെന്താ ഇങ്ങനെ. അനു ഇതൊന്നും കേൾക്കാതെ തിരിച്ചുപോയി. സിസ്റ്റർ പുറത്തേക്ക് ഓടിപ്പോകുന്ന കണ്ടു. തിരിച്ചു ഡോക്ടറും തിരക്കിട്ട് ഉള്ളിലേക്ക് പോയി. മുനീർ സിസ്റ്റർ അടുത്തേക്ക് ഓടിപ്പോയി. സിസ്റ്റർ, എന്റെ മോൾക്ക് എന്തെങ്കിലും? കുഴപ്പമൊന്നുമില്ല, പേടിക്കണ്ട. പക്ഷെ മുനീറിന് അതിൽ തൃപ്തിയാവാത്തത് പോലെ തോന്നി. ഇക്ക
കുറെ സമയമായല്ലോ മോളെ കൊണ്ടുപോയിട്ട്, അവരൊന്നും ഇതുവരെ പറഞ്ഞില്ലല്ലോ. സെറീന കരച്ചിലായി. അപ്പോഴേക്കും മിന്നു റസാനും എത്തി. സാബിർ വിളിച്ചു പറഞ്ഞ ഉടനെ മിന്നു റസാനെയും കൂട്ടി വന്നു. എന്തായി ഉമ്മ? ഒന്നും അറിയില്ല മോളെ, ഐഷു ഉള്ളിൽ തന്നെ ഉള്ളത്. യാ അല്ലാ, എന്റെ ഐഷുവിനെയും വാവയെയും കാക്കണേ റബ്ബേ. മിന്നു നാജിയെ വിളിച്ചു. മിന്നു, ഇക്ക ഇവിടെ ഇല്ല, വന്ന ഉടനെ ഞാൻ അങ്ങോട്ട് വരും ഇൻഷാ അല്ലാ. അതിനു മുമ്പ് സന്തോഷ വാർത്ത ആയാല് നീ എന്നെ വേഗം വിളിക്കണേ. വിളിക്കാം ഇൻഷാ അല്ലാ. നീ ദുആ ചെയ്യണേ നാജി, നമ്മളെ ഐഷുവിന് വേണ്ടി. അത് നീ പറയേണ്ട ആവശ്യമുണ്ടോ മിന്നു? ഞാൻ ചെയ്യൂല എന്റെ ഐഷുവിന് വേണ്ടി. അവൾ എന്റെ ചങ്കാണ് മോളെ. ഐഷയുടെ കൂടെയുള്ളത് ആരാ? സിസ്റ്റർ പുറത്തു വന്ന് ചോദിച്ചു. എല്ലാവരും അങ്ങോട്ട് ഓടി. ഐഷ പ്രസവിച്ചു, ആൺകുട്ടി. അൽഹംദുലില്ലാ, എല്ലാവരും സന്തോഷിച്ചു. അനുവിന്റെ ഉമ്മ ഒരുപാട് സന്തോഷിച്ചു. പക്ഷേ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്തൊരു വേദന. എന്റെ മോന് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ഈ സമയത്ത് അവന് നിന്നില്ലല്ലോ ഇവിടെ. സെറീന അനുവിന്റെ ഉമ്മയുടെ അടുത്ത് വന്നിരുന്നു. ഉമ്മ, എന്ത് പറ്റി അനുവിന്? എവിടെ പോയി അവന്? ഇവിടെ കാണുന്നില്ലല്ലോ. എനിക്കറിയില്ല ഐഷുവിന്റെ ഉമ്മ, എനിക്കൊന്നും അറിയില്ല. ഞാൻ കുറച്ചായി ഒറ്റക്ക് സഹിക്കുന്നു. ആരോടാ പറയേണ്ട എന്റെ സങ്കടം? ഒരു മോളുള്ളത് ഗൾഫിൽ ഭർത്താവിന്റെ കൂടെ, പിന്നെ ഉള്ളത് അവന് കുറച്ചു നാളായി ഐഷുമോളോട് മിണ്ടാതെയും അനങ്ങാതെയൊക്കെ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് ഉമ്മ? സത്യമാണ് ഞാൻ പറയുന്നത്. ഇനിയെങ്കിലും നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ എനിക്കറിയാം ഐഷുമോൾ നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ലാവില്ല. പാവാണ് എന്റെ മോള്. ഇല്ല, അവളൊന്നും പറഞ്ഞിട്ടില്ല. ഉപ്പ ഒരിക്കലും സംശയം ചോദിച്ചിരുന്നു, പക്ഷേ അന്ന് അവള് പ്രശ്നമൊന്നുമില്ല എന്നാ പറഞ്ഞത്. അപ്പൊ മോള് വെറുതെ പറഞ്ഞതാണോ? അതെ, അനുവിന്റെ ഉമ്മ ഇതുവരെ ഉണ്ടായതൊക്കെ ചുരുക്കി അവരോട് പറഞ്ഞു. ഡോക്ടർ പുറത്തു വന്നു. മുനീറിനെ കണ്ട് സംസാരിച്ചു. പ്രസവം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ആരുടെ ഭാഗ്യം കൊണ്ടാണ് ഐഷയെ തിരിച്ചു കിട്ടിയത്. അത്രയും വീക്കായിരുന്നു അവളുടെ ശരീരവും മനസ്സും. പെട്ടെന്ന് സിസ്റ്റർ പുറത്തേക്ക് വന്നു. സാർ, ഐഷക്ക് എന്തു പറ്റി? ഡോക്ടർ തിരക്കിട്ട് ഉള്ളിലേക്ക് പോയി. സാർ, ഐഷക്ക് ബ്ലഡ് നിൽക്കുന്നില്ല, ഓവർ ബ്ലീഡിങ്. നടക്കുന്നതിനിടയിൽ സിസ്റ്റർ പറഞ്ഞു. ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം പെട്ടെന്ന് ബ്ലീഡിങ് നിൽക്കാൻ ഇഞ്ചക്ഷൻ വെക്കാൻ പറഞ്ഞു. പക്ഷേ ബ്ലീഡിങ് കൂടിയതല്ലാതെ കുറഞ്ഞില്ല. സിസ്റ്റർ, ഐഷയെ പെട്ടെന്ന് ഐസിയുലേക്ക് മാറ്റൂ. ഡോക്ടർ പുറത്തേക്ക് പോകുമ്പോൾ മുനീറും കൂടെ പോയി. ഡോക്ടർ, എന്റെ മോൾക്ക് എന്തെങ്കിലും? നിങ്ങൾ പേടിക്കണ്ട, എന്താണെന്നറിയില്ല, അവൾക്ക് ഓവർ ബ്ലീഡിംഗ് ഉണ്ട്. ഡോക്ടർ ഐസിയുലേക്ക് പോയി. മുനീറും സെറീനയും ബാക്കിയുള്ളവരും ഐസിയുവിന്റെ മുന്നിലേക്ക് പോയി. അപ്പോ അവിടെ സിസ്റ്റർ കുഞ്ഞിനെ കൊണ്ടുവന്നു. സെറീന വേഗം കുഞ്ഞിനെ വാങ്ങി. വെള്ളത്തുണിയിൽ പൊതിഞ്ഞ ഒരു മാലാക കുഞ്ഞ്. ആ പൈതലിനെ നോക്കി സന്തോഷിക്കേണ്ട ആ നിമിഷം. പക്ഷേ എല്ലാവരുടെയും മുഖം ദുഃഖത്താൽ തളം കെട്ടി നിൽക്കുന്നു. ഡോക്ടർ പുറത്തു വന്നു. നിങ്ങളെല്ലാവരും നന്നായി ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചോളൂ. ബ്ലീഡിങ് നിൽക്കുന്നില്ല, അവളുടെ ബോധവും പോയിട്ടാണുള്ളത്. നമുക്ക് കഴിയുന്നത് പോലെ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിൽ. അനു ഹോസ്പിറ്റലിൽ നിന്ന് നേരെ വീട്ടിലേക്കാണ് പോയത്. വീട്ടിലേക്ക് കയറിയപ്പോൾ മനസ്സിനെന്തോ വല്ലാത്ത ഭാരം പോലെ. ഞാനെന്താ ഇങ്ങനെ? ഉമ്മ പറഞ്ഞതുപോലെ ശരിക്കും ഞാനൊരു ക്രൂരനാണോ? അല്ല, ഞാനൊരു ക്രൂരനായിരുന്നില്ല. സ്നേഹമായിരുന്നു മനസ്സ് നിറയെ, അവൾ മാത്രമായിരുന്നു മനസ്സ് നിറയെ. പക്ഷേ എല്ലാം അവൾ തന്നെ ഇല്ലാതാക്കി, എന്നെ ഒരു ക്രൂരനാക്കി. റൂമിലേക്ക് കയറി ബെഡിലേക്ക് വീണു. ആർക്ക് വേണ്ടിയാണ് ഈ ജീവിതം? എന്തൊക്കെയോ ചിന്തിച്ചു മനസ്സ് തളർന്ന പോലെ ഉറങ്ങിപ്പോയി. ഉണർന്നപ്പോൾ മനസ്സിലായി, ഒരു ഗ്ലാസ് ചായ തരാൻ അവളില്ല ഇവിടെ. എന്നോട് ഇത്രയും വലിയ ചതി ചെയ്തിട്ടും എന്റെ കാര്യത്തിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല ഇതുവരെ. കല്യാണം കഴിഞ്ഞ അന്നു മുതല് ഇന്നേ വരെ ഞാൻ പറയാതെ തന്നെ കണ്ടും അറിഞ്ഞു ചെയ്തു അവള്. അനുവിന്റെ മനസ്സ് പഴയ ഓർമ്മകളിലേക്ക് പോയി. അവൾ ആദ്യമായി കണ്ടത്, ആ നിഷ്കളങ്കമായ മുഖം മനസ്സിലേക്ക് കാരി പറ്റിയത്. ഒരു നാൾ ഡയറി മറന്നു വെച്ച് പോയത്. പെട്ടെന്നാണ് ഡയറിയുടെ ഓർമ്മ മനസ്സിലുണ്ടായത്. അത് എവിടെയായിരിക്കും വെച്ചത്? നോക്കിയാലോ? അല്ലെങ്കിൽ വേണ്ട, എന്തിനാ അവളുടെ ഡയറി ഞാൻ വായിക്കുന്നത്? എന്തെങ്കിലും ആകട്ടെ. അനു വേഗം എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞു വന്നു. ഡ്രസ്സ് എടുക്കാൻ വേണ്ടി അലമാര തുറന്നു. അവളുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ടി വരില്ലായിരുന്നു. ഒക്കെ റെഡിയാക്കി വെക്കും. അവളുടെ ഓർമ്മ വന്നപ്പോൾ അനു വെറുതെ അവളുടെ ഡ്രസ്സൊക്കെ വെക്കുന്ന സ്ഥലം തുറന്നു നോക്കി. അപ്പോൾ കണ്ടു അവളുടെ ഡയറി. ഒരു നേരം അത് എടുക്കണമെന്ന് ചിന്തിച്ചു.
അത് തുറന്നു നോക്കിയാൽ കാണാം അവളുടെ മനസ്സ്. അറിയാതെ അനുവിന്റെ കൈ അതിലേക്ക് നീണ്ടു. വിറക്കുന്ന കൈകളോടെ തുറന്നു നോക്കി. ഓരോ വരികളിലൂടെയും കണ്ണോടിച്ചു. അന്ന് ഐഷ എന്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഈ വീട്ടിൽ വെച്ച് വായിച്ചു നിർത്തിയത് മുതൽ തുടങ്ങി. ഓരോ വരികളിലൂടെയും കണ്ണുകൾ ഓടിക്കുമ്പോൾ അറിയാതെ അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഉപ്പൂപ്പ അവളെ വിട്ടുപോയത്, ഉപ്പാക്ക് അവളോട് സ്നേഹം തുടങ്ങിയത്, ഇർഷാദ് എന്നൊരാള് മിന്നുവിനെ ചതിക്കാൻ നോക്കിയത്, എല്ലാം അവസാനം ആ ഇർഷാദ് തന്നെ അവളുടെ ജീവൻ തകർക്കാൻ നോക്കിയത്, അല്ല തകർത്തത്. അപ്പോഴാ അല്ലാ, എന്റെ ഐഷു. അനു തളർന്നു വീഴുന്നത് പോലെ തോന്നി. വീഴാതിരിക്കാൻ പിടിച്ചു നിന്നു. യാ അല്ലാ, എന്റെ ഐഷുവിനെ മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. അവൾ പറയുന്നത് കേൾക്കാൻ പോലും ഞാൻ തയ്യാറായില്ലല്ലോ. എന്റെ കുഞ്ഞ് അവളുടെ വയറ്റിലുണ്ടല്ലോ, അതിനെപ്പോലും ഞാൻ തള്ളി പറഞ്ഞല്ലോ. ഉമ്മ പറഞ്ഞതുപോലെ ഒരു ക്രൂരനായി പോലെ ഞാന്. പെട്ടെന്നാണ് അനുവിന് പരിസരബോധം വന്നത്. റബ്ബേ, എന്റെ ഐഷു, അവളിപ്പോ എവിടെയാ ഉള്ളത്? അവൾക്കിപ്പോ എന്തായിട്ടുണ്ടാവും? എന്റെ കുഞ്ഞ്. യാ അല്ലാ, എനിക്ക് ഐഷുവിനെ കാണണം ഇപ്പോ. ഞാൻ എങ്ങനെയാ അവളുടെ മുന്നിൽ പോവുക? അവൾക്ക് എന്നോട് പൊറുക്കാൻ കഴിയോ? അവളുടെ അനുക്കയെ അവൾ വെറുത്തിട്ടുണ്ടാകുമോ? അവന് വേഗം എഴുന്നേറ്റു. നടക്കാൻ പറ്റുന്നില്ല, വീഴുന്നത് പോലെ. എങ്ങനെയോ വീട് പൂട്ടി കാറിനടുത്തെത്തി. കാറിനുള്ളിൽ കയറിയപ്പോൾ മനസ്സ് ചുട്ടുപൊള്ളുന്ന പോലെ. ബാക്കിലെ സീറ്റ്, അവളിരുന്ന സീറ്റ്, എന്റെ പെണ്ണിന് എന്റെ കൂടെ ഇരുത്താതെ കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ. കാറ് സ്റ്റാർട്ട് ചെയ്തു. ഇല്ല, കഴിയുന്നില്ല ഡ്രൈവ് ചെയ്യാൻ. എന്നെ കൊണ്ട് പറ്റുന്നില്ല. പക്ഷേ പോയില്ലെങ്കിൽ, ഇനിയും അവിടെ എത്തിയില്ലെങ്കിൽ എന്റെ ഐഷു, അവളെ കാണാതെ ഇല്ല, ഇനി പറ്റില്ല. അനുമല്ലേ വണ്ടി മുന്നോട്ടെടുത്തു. എങ്ങനെയൊക്കെ ഹോസ്പിറ്റലിലെത്തി. വണ്ടി പാർക്ക് ചെയ്തു. ഉള്ളിലേക്ക് കയറി. എവിടെ ആയിരിക്കും എന്റെ ഐഷു ഉണ്ടാവുക? ആരോടെ ഒന്ന് ചോദിക്കുക? കൗണ്ടറിന് മുന്നിൽ പോയി അവിടെ ഇരിക്കുന്ന ആളോട് ചോദിച്ചു. ഇവിടെ അഡ്മിറ്റായ ഐഷ എന്ന് പറയുന്ന ആള് ഏത് റൂമിലാണ് ഉള്ളത്? ഐഷ ഐസുവിലാണല്ലോ ഉള്ളത്. ഓക്കെ ശരി, താങ്ക്സ്. ഐസുവിലോ? എന്ത് പറ്റി എന്റെ ഐഷക്ക്? യാ അല്ലാ, എന്റെ ഐഷുവിനൊന്നും സംഭവിക്കല്ലേ. അനു ഐസുവിന് മുന്നിലേക്ക് പോയി. അവിടെ കണ്ടു എല്ലാവരെയും. ഉമ്മ, ഐഷുവിന്റെ ഉമ്മ, ഉപ്പ, അങ്ങനെ എല്ലാവരും. പെട്ടെന്നാണ് ഉമ്മ അവനെ കണ്ടത്. അവന്റെ അടുത്തേക്ക് വന്നു. അവൻ ഉമ്മയുടെ മുഖത്ത് നോക്കിയപ്പോൾ പേടിച്ചു പോയി. ഉമ്മാക്ക് ഇതുവരെ കാണാത്ത മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തുടുത്തിട്ടുണ്ട്. എന്റെ പൊന്നു മോന് എന്തിനാ വന്നത്? ഭാര്യ മരിച്ചു എന്ന് അറിയാനാണോ? ഉമ്മ. അനു ഉമ്മ എന്ന് വിളിച്ചു. മിണ്ടി പോകരുത്. ഇനി ആ വായ കൊണ്ട് ഉമ്മ എന്ന് വിളിച്ചു പോകരുത്. എനിക്ക് ഇങ്ങനെ ഒരു മോനില്ല. ഇറങ്ങിപ്പോ ഇവിടുന്ന്.